ഹായ് ഫ്രണ്ട്സ്, ഷാലിസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഫ്രൂട്ട്സ് വെച്ചുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഫ്രണ്ട്സ്, ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ എടുക്കുന്ന രീതിയിലാണ് നമ്മളിന്ന് പുഡിങ് തയ്യാറാക്കുന്നത്. നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഇഷ്ടമാണെങ്കിലും ചേർക്കാം. അതിനാവശ്യമായി ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നമ്മൾ കാണുമ്പോൾ ഇത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കുവേ, പക്ഷെ നമ്മളിത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞാനിത് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്ത് 1 കപ്പ് വെള്ളത്തിൽ ഞാൻ കുതിരാൻ വയ്ക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുതിരട്ടെ. നമ്മളൊരു 10 മിനിറ്റ് ഇതിങ്ങനെ കുതിരാൻ വയ്ക്കാം. ഇനി അതിലേക്ക് നമ്മളിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. തിളപ്പിക്കാത്ത പാൽ വേണം. നമ്മൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ശേഷം നമുക്ക് തിളപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ 10 മിനിറ്റ് കുതിരാൻ വെച്ച ചൈന ഗ്രാസ് ഒക്കെ ഉണ്ടോ, നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് ചൂടായ പാലിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ 1 കപ്പ് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് കപ്പെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചായയൊക്കെ കുടിക്കത്തില്ല, ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് നിറയെ പഞ്ചസാര എടുത്താൽ മതി. മധുരം കൂടുതൽ വേണവർക്ക് 1/2 കപ്പും കൂടെ ചേർക്കാവേ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ചൈന ഗ്രാസ് ഈ പാലിൽ നന്നായിട്ട് മെൽറ്റായി വരുന്നവരേക്കും നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് ചെറിയ ചെറിയ തരി കൂടെ ഉണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ, പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാല്. അങ്ങനെ ഏകദേശം നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമ്മൾ ഇതിനാവശ്യമായ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. 1 പഴം, 1 ആപ്പിൾ, 1 കിവി, 2 കിവിയും എടുത്തിട്ടുണ്ട്. 1 പപ്പായയുടെ 4/1 ഭാഗമാണ് എടുത്തത്. നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു പകുതിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. കിവിയുടെയൊക്കെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി നമുക്കെടുക്കാം. നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവേ. വേറെ ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഈ 4 ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളേ. നമ്മൾ പപ്പായയുടെ പകുതി നമുക്ക് എടുത്താൽ മതി. 1 പപ്പായ നമ്മൾ മുറിച്ച് പകുതിയുടെ അതിൻ്റെ ഒരു പകുതി, 4/1 ഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നമ്മൾ 1/2 ലിറ്റർ പാലിന് ആവശ്യമായ ഫ്രൂട്ട്സാണ് എടുക്കുന്നത്. നമ്മൾ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം അത് പകുതിയായിട്ട് മുറിച്ച് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കാം. നല്ല പഴുത്ത പപ്പായയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചെടുക്കാം. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സാണോ അത് ചേർത്ത് നമുക്കിതുണ്ടാക്കാം. ഇനി നമുക്ക് കിവിയും കൂടെ ഇതുപോലെ റൗണ്ടായിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ നേരത്തെ പാല് നമ്മൾ ചൈന ഗ്രാസൊക്കെ ചേർത്ത് വെച്ചില്ലേ, അത് ശകലം തണുത്തതിന് ശേഷം വേണം നമ്മളിതിൽ ചേർക്കാൻ. നമുക്ക് നല്ല ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സെറ്റ് ചെയ്യേണ്ട ബൗളിലേക്ക് നമുക്ക് ആദ്യം ഒരു 2 സ്പൂൺ പാലൊഴിക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ഇതുപോലെ അടുക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം വേണം ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാൻ. നമ്മൾ ഓരോ ലെയറാക്കി അടുക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ കപ്പളങ്ങയും കൂടെ സൈഡിൽ ചെറുതായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. പാല് ഒത്തിരി തണുക്കാൻ വെക്കരുതേ. തണുക്കാൻ വെച്ചാൽ പെട്ടെന്ന് അത് സെറ്റായി പോവും. ചൈന ഗ്രാസ് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ജെല്ലിയായിട്ട് നല്ല കട്ടിയായിട്ട് വരുവേ. ലൈറ്റ് ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം. നമ്മൾ പപ്പായയുടെ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ആപ്പിളിൻ്റെ പീസും കൂടെ നമുക്ക് ചേർക്കാം. നമ്മളങ്ങനെ കുറച്ച് ആപ്പിൾ പീസൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തില്ലേ പഴം, അത് 4ആയിട്ട് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കത് മുറിച്ച് ചേർക്കാം. നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാല് തിളപ്പിക്കുന്ന സമയം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് 2ാമത്തെ ലെയറിലേക്ക് ഇതുപോലെ പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറുക്കി വെച്ചില്ലേ, അത് ഇതുപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം.
നമ്മൾ നടുക്കിട്ട ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മുങ്ങുന്ന പോലെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ ഇതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ പപ്പായ ചെറിയ ചെറിയ പീസാക്കി ഇനി മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പഴവും നമ്മൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഫ്രണ്ട്സ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒത്തിരി സമയമൊന്നുമില്ല. നമുക്ക് പാലും തിളച്ച് വരുന്ന താമസമേ ഉള്ളൂ. നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ എന്ന പോലെ ഇതിനൊരു വെറൈറ്റി ആയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കി കഴിക്കാം. ആ ഫ്രൂട്ട്സ് പച്ചയ്ക്ക് നമ്മൾ എങ്ങനെ കഴിക്കുമോ അതുപോലെ തന്നെയാണ് ഇതിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും കുക്ക് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ആ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ നമുക്കിരിക്കും. പക്ഷേ ടേസ്റ്റ് നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ ഇത് സെറ്റ് ചെയ്യാൻ വെക്കരുത്. ഫ്രീസറിൻ്റെ താഴത്തെ തട്ടിൽ നമ്മൾ 2 മണിക്കൂർ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. ഫ്രീസറിൽ വെച്ചില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് കട്ടിയൊക്കെ കിട്ടും. നമ്മൾ ഈ ചൈന ഗ്രാസ് ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് കട്ടി ആയിക്കോളും. ഒരു ചെറിയ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് വീഡിയോയിൽ കാണിക്കണമെന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് കാണിക്കുന്നത്. ഇനി മുകളിൽ നമുക്ക് കുറച്ചുകൂടെ കിവി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആപ്പിളും കൂടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചിടാവേ. നമ്മളിപ്പോൾ 3 ലെയറായിട്ടാണ് ഫ്രൂട്ട്സ് ഇട്ടിരിക്കുന്നത് ഇതിൽ. ഇപ്പോഴേ നമുക്ക് തണുക്കാൻ തുടങ്ങിയപ്പോൾ അത് സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രേപ്സ് എടുക്കണേ. അത് ഒരു പാക്കറ്റിൽ 1 പാക്കറ്റാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. 10 ഗ്രാമായിട്ട് തന്നെ നമുക്ക് പാക്കറ്റിൽ കിട്ടും. നമ്മളെല്ലാം ചേർത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, നമ്മുടെ പുഡിംഗ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് നമ്മൾ 2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ചെറിയ പാത്രത്തിൽ തട്ടിയെടുത്ത് നമ്മൾ മുറിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, നന്നായിട്ട് തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.